അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കഥ ഇങ്ങോട്ടെത്തി. കുട്ടികൾ പരസ്പരം ആരുടെ കളിക്കോപ്പയാണ് അല്ലെങ്കിൽ ആര് വാങ്ങിയ സാധനമാണ് ഏറ്റവും ഉഷാറ് എന്ന രീതിയിൽ പരസ്പരം വഴക്കുണ്ടായി. അവസാനം ആര് തന്നെ ജയിച്ചു? നമ്മുടെ ചിമിട്ട വാങ്ങിയ ഹാമിദ് തന്നെയാണ് ജയിച്ചത്. അപ്പോൾ ആർക്കും പിന്നെ മറുപടി ഒന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാവരും ഹാമിദിൻ്റെ ഭാഗത്തായി. മൊഹ്സിനെ കഹ, അങ്ങനെ മൊഹ്സിൻ പറയാണ്, സറ അപ്ന ചിമിട്ടാതോ, എൻ്റെ ചിമിട്ടയൊന്ന് തരൂ. അമ്പി ദേഖേൻ, ഞങ്ങളൊന്ന് നോക്കട്ടെ. തും ചാഹോ തോ ഹമാര ബെഹസ്തി ലേക്കർ ദേഖോ, നിനക്ക് വേണമെങ്കിൽ നമ്മുടെ ബെഹസ്തി, എൻ്റെ ആ വെള്ളം കുടിപ്പിക്കുന്ന ആ ഒരു പാവ എടുത്തിട്ട് നിനക്കും നോക്കാലോ. മെഹ്മൂദ് ഓർ നൂറെ ने भी अपने अपने खिलौने पेश किए. ഇതുപോലെ മെഹ്മൂദും നൂറയും അവനവൻ്റെ കളിക്കോപ്പുകൾ ഹാമിദിന് സമർപ്പിക്കുകയും കൊടുക്കുകയും ഹാമിദ് കോയി എഴുത്തറാസ് നഹി. എന്നാൽ ഇന്നേരത്തെ ഹാമിദിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ പോലെ കളിക്കോപ്പ് കാണും. ആ സമയത്ത് ഹാമിദ് തൻ്റെ കളിക്കോപ്പയായ ആ ചിമിട്ട ഒരു ചവണയും തിരിച്ചു കൊടുക്കും. दस्ते पनाह बारी बारी महमूद मोहसिन और समीर के हाथ में गया. ഈ ചവണ ഓരോ തവണകളായിട്ട്, ഓരോ ഊഴങ്ങളായിട്ട് മഹ്മൂദിൻ്റെയും മൊഹ്സിൻ്റെയും സമീറിൻ്റെയൊക്കെ കൈകളിലേക്ക് പോയി. ഓർ ഉൻകെ ഖിലോനെ ബാരി ബാരി സെ ഹാമിദ് കെ ഹാത്ത് മേ ആയ. അവരുടെ കളിക്കോപ്പുകൾ ഇതുപോലെ ഓരോ തവണകളായിട്ട് ഹാമിദിൻ്റെ കയ്യിലും വന്നെത്തി. ഹാമിദിനെ ഹാർനെ വാലേക്ക് ആൻസു പൂഞ്ചെ. ഹാമിദ് ഇവിടെ പരാജയപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചു കൊടുത്തു. ആൻസു പൂഞ്ചിന, കണ്ണീർ തുടക്കുക. ആൻസു പൂഞ്ചിന, കണ്ണീർ തുടക്കുക. മൈ തുമേ ചിടാ രഹാഥ. എന്നിട്ട് ഹാമിദ് പറയാണ്, ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കായിരുന്നു. ചിടാ രഹാഥ, ചിടാന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക. ഞാൻ നിങ്ങളെ സത്യത്തിൽ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു. സച്ച്, സത്യത്തിൽ ഏ ചിമിട്ട ഖിലോനോ കി ക്യാ ബറാബരി കരേക. സത്യത്തിൽ ഈ ചിമിട്ട, ഈ ഒരു ചവണ അല്ലെങ്കിൽ ഈ ഇറക്കി കളിക്കോപ്പകളോട് സമമാകുമോ? ഖിലോനോ കി ക്യാ ബറാബരി കരേക. കളിക്കോപ്പകളോട് സമമാകുമോ ഈ ചവണ? എന്നാലും ലേക്കിൻ മൊഹ്സിൻ കി പാർട്ടി പർ ഇസ് ദിലാസേ കാ കോയി അസർ നഹുവ. എന്നാലും മൊഹ്സിൻ്റെ പാർട്ടിക്ക് ഈ ഒരു സമാധാനിപ്പിക്കലിന് ഒരു അസറും ഒരു സ്വാധീനവും ഉണ്ടായില്ല. പിന്നെ ചിമിട്ടേക്ക സിക്ക ഹൂബ് ബൈഠ് ഗയ. അങ്ങനെ ചിമിട്ടേക്ക സിക്ക ഹൂബ് ബൈഠ് ഗയ. ഏതെങ്കിലും വസ്തുവിനോട് ചേർത്തിട്ട് ഉസ്കാ സിക്ക ഹൂബ് ബൈഠ് ഗയ എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അവിടെ വിജയിച്ചത്, അതുതന്നെയാണ് അവിടെ മികച്ചു നിന്നത് എന്നാണ് അർത്ഥം വരിക. ചിമിട്ടേക്ക സിക്ക ഹൂബ് ബൈഠ് ഗയ എന്ന് പറഞ്ഞാൽ ചിമിട്ട തന്നെയാണ് അവിടെ ഗലബത്ത്, അവിടെ മികച്ചു നിന്നത്. എന്നിരുന്നാലും ഈ ചിമിട്ട തന്നെയായിരുന്നു, അഥവാ ചിമിട്ട തന്നെയാണ് അവിടെ വിജയിച്ചത്. ഇതിങ്ങനെ ഒരു പ്രയോഗിക്കണമാണ്. ഇനി ഒരു ഇലക്ഷനിൽ കുറേ തർക്കങ്ങളൊക്കെ ഉണ്ടായി, ആരാ ജയിക്കാമെന്ന് സംശയമായി. അവസാനം താമര തന്നെ വിജയിച്ചു. അപ്പോൾ താമര വിജയിച്ചു എന്ന് പറഞ്ഞാൽ കമൽ കാ സിക്ക ഹൂബ് ബൈഠ് ഗയ എന്നാണ് അവിടെ പ്രയോഗിക്കുക. അപ്പോൾ താമര തന്നെയാണ് മികച്ചു നിന്നത് എന്നാണ് അവിടെ അർത്ഥം വെക്കുക. അപ്പോൾ ഇവിടെ ചിമിട്ട തന്നെയാണ് എന്നാലും വിജയിച്ചത്. മൊഹ്സിൻ ലേക്കിൻ ഇൻ ഖിലോനോ കെ ലിയെ കോയി ഹമേ ദുആയെ തോ നഹി ദേഗ. എന്നിട്ട് പറയാണ്, പക്ഷേ എന്തൊക്കെയായാലും ഇത് കളിക്കോപ്പയല്ല എന്നതൊക്കെ ശരി, പക്ഷേ ഈ കളിക്കോപ്പകളുടെ പേരിൽ ഞങ്ങൾക്ക് ആര് ദുആ ചെയ്തു തരാനാ? മഹ്മൂദ് ദുആ കെ ലിയെ ഫിർതേ ഹോ. നിങ്ങൾ ദുആക്ക് വേണ്ടിയിട്ടാണോ, ദുആ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണോ നിങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ഉൾട്ടേ മാർന പടേ, തിരിച്ചടി വരാതിരിക്കട്ടെ, തിരിച്ചടിക്കാതിരിക്കട്ടെ. ഈ ദുആ പോയിട്ട് ഇത് വീട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ അടി കിട്ടാതിരിക്കട്ടെ. ഉൾട്ടേ മാർന പടേ, തിരിച്ച് അടി കിട്ടാതിരിക്കട്ടെ. അമ്മ ജറൂർ കഹേങ്കി, ഉമ്മ ഉറപ്പായിട്ടും പറയും. മേലേമേ യഹി മിട്ടി കെ ഖിലോനെ മിലേ. ഉമ്മ ഉറപ്പായിട്ടും എന്തായിരിക്കും ഇത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചെന്നാൽ പറയാം. ജറൂർ കഹേങ്കി, ഉറപ്പായിട്ടും പറയും. എന്തെന്ന് വെച്ചാൽ മേളമേ യഹി മിട്ടി കെ ഖിലോനെ മിലേ, മേളയിൽ
അനക്ക് ഈയൊരു മണ്ണിൻ്റെ കളിക്കോപ്പ് മാത്രമാണോ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ശകാരിക്കും. ഹാമിദ് കി യേ ബാത് മാന്നി പടി. ഹാമിദിൻ്റെ ഈയൊരു സംസാരം അംഗീകരിക്കേണ്ടി വന്നു. കെ കിലോനോ കോ ദേഖർ കിസി കി മാ ഇത്നി ഖുശ് ന ഹോഗി. ഒരു ഉമ്മയും കളിക്കോപ്പുകളെ കണ്ടിട്ട് ഇത്രമാത്രം സന്തുഷ്ടയാകില്ല. ജിത്നി ഹാമിദ് കി ദാദി ചിംട്ടെ കോ ദേഖർ ഖുശ് ഹോഗി. ഹാമിദിൻ്റെ വല്യുമ്മ ഈ ചിംട്ടയെ കണ്ടിട്ട് എത്രമാത്രം സന്തുഷ്ടയാകുമോ അത്രമാത്രം നമ്മുടെ കളിക്കോപ്പ് കണ്ടിട്ട് ആരും ഒരു ഉമ്മയും സന്തുഷ്ടയാകില്ല. രാസ്തേമേ മഹ്മൂദ് കോ ഭൂക്ക് ലഗി. വഴിയിൽ വെച്ച് മഹ്മൂദിന് വിശപ്പ് അനുഭവപ്പെട്ടു. ഉസ്കെ ബാപ്പിനെ കേലെ ഖാനെ കോ ദിയെ. അവൻ്റെ ഉപ്പ ഒരു കേല എന്ന് പറഞ്ഞാൽ പഴം കഴിക്കാൻ കൊടുത്തു. മഹ്മൂദിനെ സിർഫ് ഹാമിദ് കോ സാജി ബനായ. മഹ്മൂദ് വെറും ഹാമിദിനെ മാത്രമാണ് സാജി ബനായ, കൂട്ടുകാരനാക്കിയത്, പങ്കാളിയാക്കിയത്. സാജി എന്ന് പറഞ്ഞാൽ പങ്കാളി, സാജി എന്ന് പറഞ്ഞാൽ പങ്കാളി, കൂട്ടുകാരൻ എന്നൊക്കെയാണ് അർത്ഥം. കൂട്ടുകാരനാക്കിയത് വെറും ഹാമിദിനെ മാത്രമാണ്. ഇപ്പം ഹാമിദാണല്ലോ വിജയിച്ചിരിക്കുന്നത്. ഇപ്പം ഹാമിദിനെ മാത്രമാണ് അവൻ കൂട്ടുകാരനാക്കിയത്. എന്നാലോ ഉസ്കെ ദൂസരെ യാർ, അവൻ്റെ മറ്റേ സുഹൃത്ത്, മറ്റേ കൂട്ടുകാരന് മുഹ് തക്തെ രഹ്ഗയെ, ഹാമിദിനെ മാത്രം കൂട്ടി ഇവനെ കൂട്ടാതിരുന്നത് കണ്ടിട്ട് മുഹ് തക്തെ രഹ്ഗയെ, അവനാകെ അത്ഭുതപ്പെട്ടു പോയി. മുഹ് തക്തെ രഹ്ന മുഹാവറയാണ്, ഒരു യൂസേജാണ്. മുഹ് തക്തെ രഹ്ന എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുക. മുഹ് തക്ന എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. ഹൈറാൻ രഹ്ന, ഷഷ്ദർ രഹ്ജാന എന്നൊക്കെയാണ് അർത്ഥം. ഷഷ്ദർ രഹ്ജാന എന്നൊക്കെയാണ് അർത്ഥം, അഥവാ അത്ഭുതപ്പെട്ടു പോയി. മുഹ്തക്ന യേ ഉസി ചിംട്ടയ്ക്ക് കറാമത്ത് ഥി. എന്നാൽ ഇതെല്ലാം ഈയൊരു ചിംട്ടയുടെ കറാമത്ത് ആയിരുന്നു, അത്ഭുത സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഈ ചിംട്ടയുടെ ഒരു മഹത്വമായിരുന്നു. 11 ബജെ, 11 മണി. സാരേ ഗാവമേ ചഹൽ പെഹൽ ഹോകയും. അങ്ങനെ ഗ്രാമങ്ങളിലെല്ലാം ഒച്ചപ്പാടായി, ബഹളമായി. മേലെ വാലെ ആകെ, മേളക്കാരെല്ലാം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. മുഹ്സിൻ की छोटी बहन ने दौड़ कर बहस्ती को उसके हाथ से ले लिया. മുഹ്സിൻ്റെ ചെറിയ സഹോദരി ഓടി വന്നിട്ട് തൻ്റെ കയ്യിൽ നിന്ന് ആ ബെഹസ്തി, വെള്ളം കുടിപ്പിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു പാവക്കുട്ടിയെ എടുത്തു. ഹാത്ത് സെ ലേ ലിയ ഓർ മാറെ ഖുഷിക്ക്, സന്തോഷത്താൽ ജോ ഉച്ഛലിത്തോ. മാറെ ഖുഷിക്ക് പറഞ്ഞാൽ സന്തോഷം കാരണത്താൽ, ഖുഷിക്കെ മാറെ, ഉസ്കെ മാറെ എന്ന് പറഞ്ഞാൽ ഉസ്കി വജാസെ, അത് കാരണത്താൽ എന്നാണ് അർത്ഥം. ഓർ മാറെ ഖുഷിക്കെ ജോ ഉച്ഛലിത്തോ, സന്തോഷത്താൽ, സന്തോഷം കാരണത്താൽ. ഇങ്ങനെ എപ്പോഴാണോ അവൻ തൻ്റെ സഹോദരി ചാടിയത്, തൻ്റെ അടുത്തേക്ക് ചാടിയത്, തോ മിയാം ബെഹസ്തി നീച്ചെ ആരഹെ. അപ്പോൾ മഹ്മൂദിനെ, മുഹ്സിനെ കണ്ടിട്ട് തൻ്റെ ചെറിയ സഹോദരി, കൊച്ചു സഹോദരി ഓടി വന്നു. തൻ്റെ സന്തോഷം കാരണത്താൽ അവളൻ ചാടിയതാണ്. ഈ ബെഹസ്തിയെ കിട്ടാൻ വേണ്ടിയിട്ട് ചാടി. ജോ, എപ്പോഴാണോ ഉച്ചലീത്തോ, ആ കൊച്ചു പെങ്ങള് ചാടിയത്. തോ മിയാം ബെഹസ്തി, ആ ബെഹസ്തി നീച്ചെ ആരഹെ, അത് താഴോട്ട് വീണു. നീച്ചെ ആരഹെ, താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത് നിലത്തേക്ക് വീണു. അങ്ങനെ നിലത്തേക്ക് വീണ ശേഷം ഉസ്പർ ഭായി ബഹന്മേ മാർപ്പീട്ട് പോയി. അങ്ങനെ ഇത് താഴെ വീണപ്പോൾ, ഈ പാവക്കുട്ടി താഴെ വീണ മണ്ണിൻ്റെ ആണല്ലോ, സ്വാഭാവികമായിട്ടും വഴക്കുകളുണ്ടാകും. ഉസ്പർ ഭായി ബഹന്മേ മാർപ്പീട്ട് പോയി. ഇതിൻ്റെ പേരിൽ സഹോദരിയുടെയും സഹോദരൻ്റെയും ഇടയിൽ അടിപിടി ഉണ്ടായി. ദോനോ ഖൂബ് റോയെ, രണ്ടുപേരും നന്നായിട്ട് കരഞ്ഞു. ഉൻകി അമ്മാജാൻ യേ കുഹ്റാം സുൻകർ, അവരുടെ ഉമ്മ ഈയൊരു കുഹ്റാം എന്ന് പറഞ്ഞാൽ വിലാപം, കുഹ്റാം എന്ന് പറഞ്ഞാൽ ഈ ഒരു കരച്ചിൽ കേട്ടിട്ട്, കുഹ്റാം എന്ന് പറഞ്ഞാൽ വിലാപം, കരച്ചിൽ എന്നൊക്കെയാണ് അർത്ഥം. കുഹ്റാം വിലാപം, കരച്ചിൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ ഒരു കരച്ചിൽ കേട്ടിട്ട് ഓർ ബിഗടെ, ഒന്നുകൂടെ വടക്കായി, ഒന്നുകൂടെ മോശമായി, ഒന്നുകൂടെ ദേഷ്യപ്പെട്ട്, ഒന്നുകൂടെ സ്വഭാവം മോശമായി. ബിഗടെ, ഒന്നുകൂടെ ഉമ്മാൻ്റെ സ്വഭാവം മോശമായി. ദോനോക്കോ ഊപ്പർ സെ ദോ ചാണ്ടേ റസീദ് കിയെ, രണ്ടുപേരും മുകളിൽ നിന്ന്, അഥവാ ഉമ്മ വന്ന് അവരുടെ മുകളിൽ നിന്ന്
ദോ ദോ ചാണ്ടെ രണ്ട് കൊട്ട്, രണ്ടടി. ചാണ്ടെ എന്ന് പറഞ്ഞാൽ കൊട്ട്, കൈ കൊണ്ടിങ്ങനെ കൊട്ടുമല്ലോ, പുറത്തൊക്കെ കൊട്ടുമല്ലോ, അങ്ങനെ 2 കൊട്ട് റസീദ് കിയെ അവർ സ്വീകരിച്ചു, 2 അടി അവർ സ്വീകരിച്ചു. അപ്പം എന്തായി, അവർക്ക് 2 പേർക്കും ഉമ്മാൻ്റെയൊക്കെ നന്നായി പൊട്ടി നടത്താം, നല്ല പൊട്ട് കിട്ടി. ദോ ചാണ്ടെ 2 പൊട്ട് റസീദ് കിയെ അവർ സ്വീകരിച്ചു. റസീദ് കർണ സ്വീകരിക്കുക. മിയാ നൂറെ, എന്നാൽ മിയാ നൂറയ്ക്ക് വക്കീൽ, നൂറയുടെ വക്കീൽ സാഹബ് കാ ഹഷർ ഉസ്സെ ഭി ബദ്തർ ഹുവ. വക്കീൽ സാഹബിൻ്റെ ഹഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ത്യം, അതിൻ്റെ ആഖിബത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അന്ത്യം ഇതിനേക്കാൾ മോശമായിരുന്നു. വക്കീൽ ജമീൻ യാ തോക്ക് പർത്തോ ബൈഠ് നഹി സക്ത. കാരണം ഇതിൻ്റെ അന്ത്യം ഇതിനേക്കാൾ മോശമാവാൻ കാരണം എന്താണ്? വക്കീല് നിലത്തോ അല്ലെങ്കിൽ ഭിത്തി, തോക്ക് എന്ന് പറഞ്ഞാൽ ചുമരിലുള്ള ഒരു ഓട്ടം ഉണ്ടാവുമല്ലോ, ഭിത്തിമാടം, പഴയ വീടിനൊക്കെ ഉണ്ടാവുമല്ലോ, വിളക്കൊക്കെ വെക്കാനുള്ള വിളക്കുമാടം, അതെ, ആ തോക്ക് പുറത്തോ നെഹി ബൈഠ് സക്താ ഥ. അതിലൊന്നും ആ ഭിത്തിമാടത്തിലോ അല്ലെങ്കിൽ നിലത്തോ ആ വക്കീലിന് ഇരിക്കാനേ പറ്റില്ല. കാരണം അത് വക്കീലാണല്ലോ. ഉസ്കി പൊസിഷൻ കാത്തോ ഖയാൽ രഖ്നാ ഹി പടേഗ. ഈ ഒരു വക്കീലിൻ്റെ പൊസിഷന്, അതിൻ്റെ സ്ഥാനത്തെ കരുതേണ്ടതുണ്ട്, നന്നായിട്ട് ഗൗനിക്കേണ്ടത് തന്നെയുണ്ട്. ഖയാൽ രഖ്ന എന്ന് പറഞ്ഞാൽ ഇബ്രത്ത് കർണ, നന്നായിട്ട് പരിഗണിക്കേണ്ടത് തന്നെയുണ്ട്, അതിനെ ഗൗനിക്കേണ്ടത് തന്നെയുണ്ട്. ദീവാർ മേ ദോ ഖുണ്ടിയാൻ ഗാടി ഗയി. അങ്ങനെ അതിൻ്റെ വക്കീൽ സാഹിബിൻ്റെ പൊസിഷനെ മാനിച്ചുകൊണ്ട് ചുമരിൽ 2 ഖുണ്ടിയാൻ ഗാടി ഗയി, 2 ആണി തറക്കപ്പെട്ടു, 2 കുറ്റി അടിക്കപ്പെട്ടു, അല്ലെങ്കിൽ 2 ആണി തറക്കപ്പെട്ടു. ഉൻപർ ചേട് കാ പുരാന പേട. ചേട് എന്ന് പറഞ്ഞാൽ ദേവദാരു ഒരു മരത്തിൻ്റെ പേരാണ്. ആ ദേവദാരുവിൻ്റെ പഴയ പേട, ഒരു തൊലി. അപ്പോൾ ദേവദാരു മരത്തിൻ്റെ തൊലി രഖാഗയ, അതിന്മേൽ, ആ 2 ആണിയുടെ മേൽ വെക്കപ്പെട്ടു. പേടെ പർ കാഗസ് കാ കാലീൻ ബിഛായ ഗയ. അങ്ങനെ ആ തൊലിയുടെ മേൽ കാഗസ് കാ കാലീൻ, പേപ്പറിൻ്റെ കാലീൻ എന്ന് പറഞ്ഞാൽ വിരിപ്പ്, ഫുറുഷ് എന്നാണ് അർത്ഥം. പേപ്പറിൻ്റെ വിരിപ്പും വിരിക്കപ്പെട്ടു. വക്കീൽ സാഹബ് തഖ്ത് പർ ജൽവ അഫ്രോസ് ഹോഗയെ. ജൽവ അഫ്രോസ് ഹോന എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. ജൽവ അഫ്രോസ് ഹോന എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അങ്ങനെ നല്ലൊരു ഇരിപ്പിടം, നല്ലൊരു സിംഹാസനം ഒക്കെ ആർക്കുണ്ടാക്കി കൊടുത്തു? രാജാവിൻ്റെ പോലത്തെ ഒരു സിംഹാസനമൊക്കെ ഈ വക്കീൽ സാഹിബിനുണ്ടാക്കി. വക്കീൽ സാഹിബ് തഖ്ത് പർ, ആ സിംഹാസനത്തിൽ ജൽവ അഫ്രോസ് ഹുയെ, അതിൽ ഇരുന്നു. നൂറെ ഭംഗ ലേക്കർ ഝുൽനെ ലഗ. അന്നേരം നൂറ പങ്ക എടുത്തിട്ട്, പങ്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, പങ്ക എടുത്തിട്ട് ഝുൽനെ ലഗ, ആ പങ്ക ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ പങ്ക ഝുൽന എന്ന് പറഞ്ഞാൽ പങ്ക ഹിലാന എന്നർത്ഥം. ആ ഒരു പങ്ക കറക്കിക്കൊണ്ടിരുന്നു, അതിനെങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. മാലൂം നെഹി, അറിയില്ല. അപ്പോൾ നൂറ തൻ്റെ പങ്കയുമായിട്ട് അതിനെങ്ങനെ പങ്ക വീശിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മാലൂം നെഹി, അറിയില്ല. പങ്കയ്ക്ക് ഹവാസെ, ഈ പങ്കയുടെ, ഈ വിഷറിയുടെ, അങ്ങനെ വെക്കാം, ആ വിഷറിയുടെ കാറ്റ് കാരണത്താലാണോ, യാ പങ്കയ്ക്ക് ചോട്സ്, അല്ലെങ്കിൽ ആ വിഷറി കൊണ്ടുള്ള അടി കാരണത്താലാണോ എന്നറിയില്ല. വക്കീൽ സാഹബ് നീച്ചെ ആരഹേ, വക്കീൽ സാഹബും നിലത്തോട്ട് വീണു. ഫിർ ബഡേ സോർസെ, അങ്ങനെ നിലത്തോട്ട് വീണ് അത് പൊടിഞ്ഞതോടുകൂടെ ബഡേ സോർസെ, വലിയ ശബ്ദത്തിൽ മാത്തം ഹുവ, ഉയർന്ന ശബ്ദത്തിലുള്ള കരച്ചിലായി. പിന്നെ മാത്തം എന്ന് പറഞ്ഞാൽ വിലാപം, കരച്ചിൽ, വലിയ മാത്തം, വിലാപമായി, കരച്ചിലായി. പിന്നെ ഓർ വക്കീൽ സാഹിബ് കി ലാഷ്, അങ്ങനെ വക്കീൽ സാഹിബിൻ്റെ ലാഷ്, ആ ഒരു ഡെഡ് ബോഡി, ലാഷ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, ആ ഒരു ശവം ഘോരെ പർ ഫേങ്ക് ദീഗയി, അങ്ങനെ വേസ്റ്റിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും അതിലേക്ക് എറിയപ്പെടുകയും ചെയ്തു. ഘോര എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഘോര എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കേട്ടോ, വേസ്റ്റിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും അതിലേക്ക് എറിയപ്പെടുകയും ചെയ്തു.
ഇനി അബ് രഹേ മിയ മഹ്മൂദ് കെ സിപ്പാഹി. ഇനി ഇവിടെ മഹ്മൂദിൻ്റെ സിപ്പാഹി ഉണ്ട്. മഹ്മൂദിൻ്റെ സിപ്പാഹി അവശേഷിക്കുന്നുണ്ട്. ഉസേ ചട്പട്ട് ഗാവോं का पहरा देने का चार्ज मिल गया. ആ സിപ്പാഹിക്ക് ചട്പട്ട് എന്ന് പറഞ്ഞാൽ ഫൗറൻ, ചട്പട്ട് എന്ന് പറഞ്ഞാൽ ജൽദീസെ, ഫൗറൻ പെട്ടെന്ന് തന്നെ ആ ഗ്രാമത്തിന് പെഹറാദേനേക്ക, അതിന് കാവൽ നിൽക്കുവാനുള്ള, പെഹറാദേന എന്ന് പറഞ്ഞാൽ കാവൽ നൽകുക എന്നാണ് അർത്ഥം. പെഹറാദേന കാവൽ നൽകുക. നിങ്ങൾ പഠിച്ച വാക്ക് തന്നെയാണ് ഒക്കെ. പെഹറാദേനേക്ക ചാർജ് മിൽക്കുക, അതിന് കാവൽ നിൽക്കുവാനുള്ള ഡ്യൂട്ടി ലഭിച്ചു. ലേക്കിൻ പോലീസ് കാ സിപ്പാഹി മാമൂലി ഷഖ്സ്തോ നഹി. പക്ഷേ ഒരു പോലീസുകാരൻ ഒരു മാമൂലി ഷഖ്സ്തോ നഹി, ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ ഒരു പോലീസുകാരൻ. അല്ലെങ്കിൽ ഒരു സിപ്പാഹി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ. ജോ അപ്പനെ പേറോൻ ചലെ, തൻ്റെ വെറുങ്കാലിൽ നടക്കുന്നവനായ ഒരു സാധാരണ വ്യക്തി ആവാൻ പറ്റൂലല്ലോ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു സിപ്പാഹി എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ എക് ടോക്കരിയായി ഒരു കൊട്ട വന്നു, അഥവാ ഒരു കൊട്ട കൊണ്ടുവന്നു. ഉസ്മേ ലാൽ റംഗ് കെ ഭട്ടെ പുരാനെ കപ്പടെ. അങ്ങനെ ആ കൊട്ടയിൽ ചുവന്ന നിറത്തിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ പഴകിയ, ഭട്ടെ പുരാന എന്ന് പറഞ്ഞാൽ ദ്രവിച്ച പഴകിയ, ഭട്ടെ പുരാന എന്ന് പറഞ്ഞാൽ ദ്രവിച്ച പഴകിയ കപ്പടെ ഒരു വസ്ത്രം ബിഛാക്കർ ആ കൊട്ടയിൽ വിരിച്ചിട്ട് പാൽക്കി ബനായികയും, അതിന് പല്ലക്ക് ഉണ്ടാക്കപ്പെട്ടു, അതിനു വേണ്ടി പല്ലക്ക് ആക്കപ്പെട്ടു. അപ്പോൾ ഒരു കൊട്ടയിൽ പഴയ ഒരു ചുവന്ന വസ്ത്രം അതിൽ വിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു പല്ലക്കാക്കപ്പെട്ടു. ഉസ്മേ സിപ്പാഹി ആറാം സേലേട്ടെ. അങ്ങനെ അതിൽ പട്ടാളക്കാരന് ആശ്വാസം പോലെ കിടക്കുകയും ചെയ്തു. മഹ്മൂദിനെ ടോക്കരി ഉഠായി. മഹ്മൂദ് ഈ കൊട്ടയെടുത്തു. ഓർ ദർവാസേക്ക ചക്കർ ലഗാനെ ലഗ. അങ്ങനെ മഹ്മൂദ് ഈ കൊട്ടയിൽ സിപ്പാഹിയെ ഇട്ടിട്ടുണ്ട്. ആ കൊട്ടയും പിടിച്ചുകൊണ്ട് മഹ്മൂദ് ദർവാസേക്ക ചക്കർ ലഗാനെ ലഗ. ഇവിടെ അവിടുത്തെ ആ കവാടത്തിനെ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. ഉൻകെ ദോനോ ഛോട്ടെ ബായി. അന്നേരത്ത് ഇങ്ങനെ ഈ വാതിലിന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്ന സമയത്ത്, ഈ കൊട്ടയുമായി ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് തൻ്റെ രണ്ട് സഹോദരങ്ങൾ, മഹ്മൂദ് കെ ടോക്കരി ഉഠായി ഓർ ദർവാസേക്ക ചക്കർ ലഗാനെ ലഗ. ഉൻകെ ദോനോ ഛോട്ടെ ബായി, അവൻ്റെ രണ്ട് ഇളയ സഹോദരങ്ങൾ ഛൂനെ വാലെ ജാഗത്തെ രഹോ എന്നുള്ള കളി, ഛൂനെ വാലെ ജാഗത്തെ രഹോ, തൊടുന്നവർ ഉണരട്ടെ, അഥവാ തൊട്ടളി. ഓല ഭാഷയിൽ ഉറുദു നാട്ടിലത്തെ തൊട്ടുകളിക്ക് അങ്ങനെയായിരിക്കും പറയാം. ഛൂനെ വാലെ ജാഗത്തെ രഹോ, തൊടുന്നവർ ഉണരട്ടെ എന്ന് പുകാർത്തെ ചെലുത്തേ ഹേ. അവരിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അഥവാ അവർ അവിടെ എന്ത് ചെയ്യാണ്, വീടിൻ്റെ ഉള്ളിൽ തൊട്ടുകളി നടത്തുകയാണ്. മഗർ രാത് തോ അന്ധേരി ഹോനി ചാഹിയെ. പക്ഷേ രാത്രിയായാൽ അവിടെ ഇരുട്ടാവേണ്ടതുണ്ട്. രാത്രിയാണെങ്കിൽ അവിടെ ഇരുട്ടാവേണ്ടതുണ്ട്. അഥവാ രാത്രിയായാൽ സ്വാഭാവികമായിട്ടും ഇരുട്ടാവും. അങ്ങനെ ഇരുട്ടത്ത് മഹ്മൂദിന് ഠോക്കർ ലഗ് ജാത്തി ഹേ. മഹ്മൂദ് പിന്നോട്ടടിച്ചു വീണു. മഹ്മൂദ് ആ വാതിലിൻ്റെ മരപ്പടി കാല് തട്ടിയാണ്ടായിരിക്കണം. അങ്ങനെ എന്താക്കി, മഹ്മൂദ് പിന്നോട്ടടിച്ചു വീണു. ഇരുട്ടത്ത് മഹ്മൂദ് രാത്രിയിൽ ഇരുട്ടത്ത് എന്തായി, പിന്നോട്ടടിച്ചു വീണു. ठोकर लग जाती है, പിന്നോട്ടടിച്ചു വീണു. ടോക്കരി ഉസ്കെ ഹാത്ത് സെ ഛൂട്ട് കർ. ആ കൊട്ട അവൻ്റെ കയ്യിലുണ്ടായിരുന്ന, അവൻ്റെ സിപ്പാഹിയെ ഇട്ടിട്ടുള്ള ആ ഒരു കൊട്ട ഉസ്കെ ഹാത്ത് സെ ഛോട്ട് കർ, അവൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ടിട്ട്, ഉസ്കെ ഹാത്ത് സെ ഛോട്ട് കർ, അവൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ടിട്ട് ഗിർ പടത്തി ഹേ, അത് വീഴുന്നു. ഓർ മിയാ സിപ്പാഹി, അങ്ങനെ സിപ്പാഹി ബന്ദൂഖലിയെ, തൻ്റെ തോക്കുമെടുത്തുകൊണ്ട് ജമീൻ പർ ആ ജാത്തേ ഹേ, നിലത്തോട്ട് വീഴുന്നു. ഓർ ഉൻകി ഏക് ടാങ്ക് ബേക്കാർ ഹോ ജാത്തി ഹേ, അങ്ങനെ ആ ഒരു സിപ്പാഹിയുടെ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ കാല്, ആ സിപ്പാഹിയുടെ ഒരു കാല് ബേക്കാർ ഹോ ജാത്തി ഹേ,
ഉപകാരപ്രദമല്ലാതായി പോവുകയാണ്. അഥവാ ഒരു കാല് പൊട്ടിപ്പോയി. ബേക്കാർ ഹോന എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമല്ലാതിരിക്കുക, അനാവശ്യമായി തീരുക, ഉപകാരമില്ലാത്തതായി തീരുക എന്നാണ് ബേക്കാർ ഹോന. ഉപകാരമില്ലാത്തതായി തീരുന്നു, അങ്ങനെ അതിൻ്റെ കാല് ഒടിയുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ കളിക്കോപ്പുകളും ഇവിടെ തീർന്നു, അതൊക്കെ പൊട്ടിപ്പോയി. ഇനി നമുക്ക് ഹാമിദിൻ്റെ അവസ്ഥ, ഹാമിദിൻ്റെ കഥ കേൾക്കാം. അബ് മിയ ഹാമിദ് കാ കിസ്സ സുനിയെ. ഇനി ഹാമിദിൻ്റെ കഥ കേട്ടോളൂ. അമീന തൻ്റെ ദാദിയായ തൻ്റെ മമ്മയായ അമീന ഉസ്കി ആവാസ് സുൻതേഹി, അവൻ്റെ ശബ്ദം കേൾക്കലോടുകൂടെ ദൗടി ഓടി വന്നു. ഓർ ഉസേ ഗോദുമേ ഉഠാക്കർ പ്യാർ കർണേ ലഗി, തന്നെ മടിയിലെടുത്ത് സ്നേഹിക്കാൻ തുടങ്ങി, ലാളിക്കാൻ തുടങ്ങി. ദഫ്അതൻ പെട്ടെന്നാണ്, ഉസ്കെ ഹാത്മേ ചിംട്ടാ ദേക്കർ, അവൻ്റെ കയ്യിലെ ഈ ചവണ കണ്ടിട്ട് ഓ ചൂം പടി, അവൾ സർപ്രൈസ് ആയിപ്പോയി. അവളെന്തായി, ആകെ സർപ്രൈസ്ഡ്. ചൂങ് പഠന എന്ന് പറഞ്ഞാൽ ആകെ ഞെട്ടിപ്പോയി, സർപ്രൈസ് ആയിപ്പോയി. ഞെട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഷോക്കായിപ്പോയി, സർപ്രൈസ് ആയിപ്പോയി. ചൂങ് പടി ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ സർപ്രൈസ് ആയിപ്പോയി. ഈ ദസ്തേ പന കഹാ മില ബേട്ട. എന്നിട്ട് ഈ ഉമ്മ ചോദിക്കാണ്, ഉമ്മക്ക് എന്നോ ആഗ്രഹമുള്ള സംഗതിയായിരുന്നു ഈ ചിമിട്ട. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഈ ചിമിട്ട കണ്ടിട്ട് ഉമ്മമ്മ ചോദിക്കാണ്, ദസ്തേ പന കഹാ മില ബേട്ട, ഇത് എവിടുന്നാ കിട്ടിയത് മോനെ? മൈനെ മോൽ ലിയാഹെ, ഞാൻ മോൽ ലേന എന്ന് പറഞ്ഞാൽ വാങ്ങുക, മോൽ ലേന എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക എന്നാണ് അർത്ഥം. മോൽ ലേന വാങ്ങുക, ഖരീദ. മൈനെ മോൽ ലിയാഹെ, കുട്ടി പറയാണ്, ഹാമിദ് പറയാണ്, ഞാനിത് വാങ്ങിയതാ. കിത്നെ പൈസമേ, എത്ര പൈസക്കാണ് അത് വാങ്ങിയത്? 3 പൈസമേ, 3 പൈസക്കാണ് ഞാനിത് വാങ്ങിയത് എന്ന് ഉമ്മയോട് പറയാണ്. അമീനാനെ ഛാത്തി പേട്ടിലി. അമീന സന്തോഷം കൊണ്ട് തൻ്റെ നെഞ്ചത്തടിച്ചു. പേട്ടിന എന്ന് പറഞ്ഞാൽ അടിക്കുക, ഛാത്തി എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എന്നാണ് അർത്ഥം, ഛാത്തി. അമീന തൻ്റെ നെഞ്ചത്തടിച്ചു. കൈസ ബേസമജിലെടുക്കാഹെ. എന്നിട്ട് അമീന തൻ്റെ ഉമ്മമ്മ പറയാണ്, കൈസ ബേസമജിലെടുക്കാഹെ, ഇത് ഈ കുട്ടി എത്രമാത്രം തീരെ മനസ്സിലാക്കാത്ത കുട്ടിയാണോ, തീരെ വിവരമില്ലാത്ത കുട്ടിയാണല്ലോ. ദോപ്പഹർ ഹോഗയി, ഉച്ചയായിട്ടുണ്ട്. എന്നെ കുച്ച് ഖായ എന്നെ പിയ, ഉച്ചയായിട്ടും ഒന്നും തിന്നിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. ലായാക്യ, എന്നിട്ട് ഓൻ കൊണ്ടുവന്നത് എന്താ? ബസ് ദസ്തേ പനാഹ്, വെറും ദസ്തേ പനാഹ് മാത്രമാണ് ഓൻ കൊണ്ടുവന്നത്. ഓന് തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, എന്നിട്ട് ഓൻ കൊണ്ടുവന്നെന്ത്? ഒരു ദസ്തേ പനാഹും. സാരെ മേലേമേ തുജെ ഓർ ചീസ് നെ മിലി. ഈ മേളയിൽ മൊത്തത്തിൽ നിനക്ക് മറ്റൊന്നും, ഓർ ചീസ് നെ മിലി, മറ്റൊരു വസ്തുവും കിട്ടിയില്ലേ. ജോ യെ ലോഹേക്ക ചിംട്ട ഉഠാലിയ, അങ്ങനെ എന്നിട്ട് നീ അത്തരത്തിൽ വേറെ ഒരു വസ്തുവും കിട്ടാത്ത രൂപത്തിൽ നീ എന്നിട്ട് ഈ ലോഹത്തിൻ്റെ, ഈ ഇരുമ്പിൻ്റെ ഈ ചിംട്ടയും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണല്ലോ. എനിക്ക് തിന്നാനൊന്നും കിട്ടിയില്ലേ? അതൊക്കെ മേടിച്ചുകൂടായിരുന്നു? അതൊക്കെ അല്ലായിരുന്നു അവിടെ. ഹാമിദിനെ ഖത്താവാർ അന്താസ് മേ കഹാ. അന്നേരം ഹാമിദ് ഒരു കുറ്റം ചെയ്ത രൂപത്തിൽ, ഖത്താവാർ അന്താസ്, ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്ത രൂപത്തിൽ, ഹാമിദ് എന്തോ കുറ്റം ചെയ്ത രൂപത്തിൽ ഉമ്മമ്മനോട് പറയാണ്, തുമാരി അങ്കുലിയ തവേസ ജൽ ജാത്തി തീ. വളരെ നിഷ്കളങ്കനായ ഹാമിദ് ഉമ്മമ്മയോട് പറയാണ്, ഉമ്മമ്മ നിങ്ങളുടെ വിരലുകൾ തവേസെ, ഈ അടുപ്പിൽ നിന്ന്, ഈ റൊട്ടിയുടെ അടുപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റൊട്ടി വെക്കുന്ന ആ പാത്രത്തിൽ നിന്ന് ജൽ ജാത്തി, ആ റൊട്ടിയുടെ ആ ഒരു ചട്ടി കാരണത്താൽ ജൽ ജാത്തി, അതിൽ നിന്ന് പൊള്ളുമായിരുന്നല്ലോ. ഇസ്ലിയെ, അത് കാരണത്താൽ മേനെ ലേലിയ, അതുകൊണ്ടാണ് ഞാൻ, നിങ്ങളുടെ കൈ ഇങ്ങനെ പൊള്ളുമായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. തവയെന്ന് പറഞ്ഞാൽ നേരത്തെ അർത്ഥം പറഞ്ഞാണ് ആ റൊട്ടിയുടെ ആ ഒരു അടുപ്പ്. ബുഡിയാക്ക ഉസ ഫൗറൻ ഷഫഖത്ത് മേ ബദൽ ഗയ. അപ്പോൾ ദേഷ്യപ്പെട്ടിരുന്ന ആ ഒരു വൃദ്ധയായ ഉമ്മയുടെ ആ സ്നേഹം, ആ അമ്മമ്മയുടെ ആ ദേഷ്യം
ബുഡിയ ആ വൃദ്ധയുടെ ബുഡിയ കാ ഉസ ആ വൃദ്ധയുടെ ദേഷ്യം ഫൗറൻ പെട്ടെന്ന് തന്നെ ഷഫക്കത്ത് മേ ബദൽ ഗയ അത് വാത്സല്യമായിട്ട് മാറി. ഷഫക്കത്ത് മേ ബദൽ ഗയ ബദൽ ജാന എന്നുള്ള ഉപയോഗിച്ച് കണ്ടോ, ഷഫക്കത്ത് മേ ബദൽ ഗയ അത് ദേഷ്യം വാത്സല്യമായിട്ട് മാറി. ഓർ ഷഫക്കത്ത് ബി അത് ഇത്രമാത്രം വലിയ വാത്സല്യം. വോ നഹി ജോ ബയാൻ കി ജാ സക്തി ഹേ അത് വിശദീകരിക്കാനാവുന്നതല്ല, അത്രമാത്രം വലിയ വാത്സല്യമായി തീർന്നു പിന്നീട്. ഓർ അപ്നി സാരി തഅ്സീർ ലഫ്സോ മേ മുന്തശിർ കർ ദേത്തി ഹേ പിന്നെ ആ ഒരു വാത്സല്യത്തിലുണ്ടായിരുന്ന ആ വാത്സല്യത്തിൻ്റെ ആ ഒരു സ്വാധീനം, ആ മുഴുവൻ സ്വാധീനങ്ങളും ആ വാത്സല്യത്തിൻ്റെ മുഴുവൻ സ്വാധീനങ്ങളും ലഫ്സോമെ മുന്തശിർ കർ ദേത്തി ഹേ ഓരോ വാക്കുകളിലായിട്ട് ഇങ്ങനെ വിഹിതിച്ച് മുന്തശിർ കർ ദേത്തി ഹേ അതിങ്ങനെ വിഹിതിച്ച് കൊടുക്കുകയാണ്. ഓരോ വാക്കുകളിലായിട്ട് അതിങ്ങനെ പരത്തി വിഹിതിച്ച് ഓരോ ഭാഗങ്ങൾ കിസ്മാക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. മുന്തശിർ കർ ദേത്തി ഹേ എന്ന് പറഞ്ഞാൽ ഓരോ ഓഹരികളായിട്ട് ഓരോ തൻ്റെ വാത്സല്യത്തിൻ്റെ ഓരോ വാക്കുകൾ കുട്ടിയോട് ഇങ്ങനെ പറയാണ്. ഓരോ വാക്കുകൾ വ്യത്യസ്തങ്ങളായ വാക്കുകൾ കുട്ടിയോട് ഇങ്ങനെ പറയുകയാണ്. മുന്തശിർ കർണ എന്ന് പറഞ്ഞാൽ പരത്തുക എന്നാണ് അർത്ഥം. മുത്തഫരിയൊക്കെ കർണ ഇൻതഷറ എന്ന് പറഞ്ഞാൽ പരന്നു എന്നല്ലേ. മുന്തശിർ കർണ എന്ന് പറഞ്ഞാൽ പരത്തുക എന്നാണ് അർത്ഥം. അങ്ങനെ തൻ്റെ സ്നേഹവാക്കുകൾ ഇങ്ങനെ കുട്ടിയോട് പല വിധേനയായിട്ട് തൻ്റെ വാത്സല്യ വാക്കുകൾ ഇങ്ങനെ പല രീതിയിൽ കുട്ടിയോട് ഇങ്ങനെ പങ്കിട്ടു. ഈ നാക്കാബിലെ ഇസ്ഹാർ ഷഫഖത്ത് ഇത് പ്രകടിപ്പിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു വാത്സല്യമായിരുന്നു. ദർദ് ഓർ ഇൽത്തിജാമെ ഡൂബി ഹുയി വേദനയിലും അതുപോലെ ഇൽത്തിജ വല്ലാത്ത കുട്ടിയോടുള്ള എന്തോ സ്നേഹത്താലുള്ള ഒരു തേട്ടം. ഇൽത്തിജ എന്ന് പറഞ്ഞാൽ തേട്ടം, സ്നേഹം കൊണ്ടുള്ള എന്തോ ഒരു തേട്ടം. ആ ഒരു തേട്ടത്തിൽ ഇൽത്തിജാമെ ഡൂബി ഹുയി അതിൽ മുങ്ങിയിരിക്കുകയായിരുന്നു ആ ഉമ്മ. ഉഫ് കിത്നി നഫ്സ് ഖുഷി ഹെ എത്രമാത്രം വലിയ നഫ്സ് ഖുഷി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ത്യാഗമാണിത്, എത്രമാത്രം വലിയ ത്യാഗമാണ് ഇത്. എങ്ങനെ പറയാം, സ്വന്തം ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കുക, അതാണ് നഫ്സ് ഖുഷി എന്ന് പറഞ്ഞാൽ. എത്രമാത്രം വലിയ ത്യാഗമാണിത്. ചെറിയ കുട്ടിയല്ലേ, കൊച്ചു കുട്ടിയല്ലേ, എത്രമാത്രം വലിയ ത്യാഗമാണ് ഈ കുട്ടി നടത്തുന്നത്. ഉമ്മാക്ക് പറയാൻ വയ്യ ആ വാത്സല്യം കൊണ്ട് കുട്ടിയോട് എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. ജാൻ സോസി ഹെ കിത്നി നഫ്സ് ഖുഷി ഹെ എത്രമാത്രം വലിയ ത്യാഗമാണിത്. കിത്നി ജാൻ സോസി ഹെ എത്ര വലിയ പ്രയാസം സഹിക്കലാണിത്. ജാൻ സോസി പറഞ്ഞാൽ തക്ലീഫ് ഉഠാന പ്രയാസം സഹിക്കൽ. അപ്പോൾ കുട്ടിക്ക് വിശക്കുന്നുണ്ട്, ആ വിശപ്പൊക്കെ സഹിച്ചുകൊണ്ട് ആ പ്രയാസമൊക്കെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉമ്മയുടെ പ്രയാസം മനസ്സിലാക്കിയില്ലേ. ബച്ചേനെ കിത്ന ജബ്ത് കിയാ ഹോഗ ഈ കുട്ടി കിത്ന എത്രമാത്രം ജബ്ത് കിയാ ഹോഗ എത്രമാത്രം അത് പിടിച്ചു വച്ചിട്ടുണ്ടാകും. ആ ഒരു പ്രയാസങ്ങളൊക്കെ എത്രമാത്രം പിടിച്ചു വെച്ചിട്ടുണ്ടാകും, അടക്കി വെച്ചിട്ടുണ്ടാകും. ബച്ചേനെ കിത്ന ജബ്ത് കിയാ ഹോഗ ആ കുട്ടി എത്രമാത്രം പ്രയാസങ്ങൾ ജബ്ത് കർണ എന്നാൽ പിടിച്ചു വെക്കുക, അത് പിടിച്ചു വെക്കുക. ജബ്ത് കിയാ ഹോഗ എത്രമാത്രം പ്രയാസങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. ജബ് ദൂസരെ ലടുക്കെ എന്താ പ്രയാസങ്ങൾ പിടിച്ചു വെച്ചു എന്ന് പറയാൻ കാരണം, ജബ് ദൂസരെ ലടുക്കെ ഖിലോനെ ലേ രഹേ ഹോങ്കെ മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കോപ്പകൾ വാങ്ങുമ്പോൾ മിഠായിയാൻ ഖാരേ ഹോങ്കെ മറ്റുള്ള കുട്ടികളൊക്കെ മിഠായികൾ കഴിക്കുമ്പോൾ ഉസ്കാദിൽ കിത്ന ലൽച്ചായ ഹോഗ അവൻ്റെ ഹൃദയം, അവൻ്റെ ആ കൊച്ചു ഹൃദയം, കൊച്ചു മനസ്സ് എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും, എത്രമാത്രം ആർത്തി പൂണ്ടിട്ടുണ്ടാകും. ലൽച്ചാന എന്ന് പറഞ്ഞാൽ ആർത്തി ഉണ്ടാവുക, എത്രമാത്രം ആർത്തി പൂണ്ടിട്ടുണ്ടാകും. മറ്റുള്ള കുട്ടികളൊക്കെ മിഠായി കഴിക്കുമ്പോൾ ഇവൻ മിഠായി കഴിക്കാതെ അവൻ്റെ മനസ്സിനെ പിടിച്ചു വെച്ചതാണല്ലോ,
അറിയാമല്ലോ. ഇത്നാ ജബത്, ഇത്രമാത്രം ഒരു പിടിച്ചു വെക്കൽ, ഉസ്സേ ഹുവാ ക്യൂങ്കർ, ഉസ്സേ ഹുവാ ക്യൂങ്കർ, ക്യൂങ്കർ പറഞ്ഞാൽ കൈസെ എങ്ങനെ, ക്യൂങ്കർ പറഞ്ഞാൽ എങ്ങനെ, ഇത്രമാത്രം വലിയ ഒരു പിടിച്ചു വെക്കൽ, അവൻ്റെ മനസ്സിനെ ഒരു പിടിച്ചു വെക്കൽ എങ്ങനെയാണ് അവൻ്റെക്ക് ഉണ്ടായത്. വഹാംബി അപ്പിനി ബൂഢി ദാദിക്ക് യാദ് ഉസേ രഹി, വഹാംബി അവിടെയും അപ്പിനി ബൂഢി ദാദിക്ക് യാദ് തൻ്റെ വൃദ്ധയായ വല്യമ്മയുടെ ഓർമ്മകൾ ഉസേ രഹി അമീന കാ ദിൽ ഖുഷി സെ ഭർ ഗയ. അങ്ങനെ തൻ്റെ വൃദ്ധയായ വല്യമ്മയുടെ ഓർമ്മകൾ അവനിൽ നിലനിന്നു. ഉസേരഹി അവനിൽ നിന്നു, ഉസേരഹി എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നു. വെറും ഈ ഹാമിദ് മാത്രമായിരുന്നു ആ സമയത്ത് ആ അമീനയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. വഹാംബി അവിടെയും അപ്പിനി ബൂഢി ദാദിക്ക് യാദ് തൻ്റെ വൃദ്ധയായ ഉമ്മയുടെ ഓർമ്മകൾ ഉസേരഹി അവകളിലാണ് നിന്നത്. അഥവാ തൻ്റെ കുട്ടിക്ക് എത്രമാത്രം പൂതിണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചു വെച്ചില്ലേ, എന്നിട്ടല്ലേ ഇതൊക്കെ കുട്ടി വാങ്ങിയത് എന്ന ഓർമ്മകളാണ് ഉമ്മാക്ക് വന്നത്. അമീന കദിൽ ഖുഷി സെ ഭർ ഗയ, അമീനയുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞുപോയി. ഓർ തബ് ഏക് ബഡി ദിൽചസ്പ് ബാത്ത് ഹുയി, അന്നേരത്ത് ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദയഹാരിയായ ഒരു കാര്യമുണ്ടായി. ഹാമിദ് കെ ചിംട്ടെ സെ ഭി അജീബ്, ഹാമിദിൻ്റെ ചിംട്ടയേക്കാൾ വലിയ ഒരു വിചിത്രമായ അത്ഭുതകരമായ ഒരു കാര്യം നടന്നു. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ. ബച്ചെ ഹാമിദ് ने तो बूढ़े ഹാമിദ് का പാർട്ട് അദാ കിയാ था. ഇവിടെ കുട്ടിയായ ഹാമിദ് ബൂഢെ ഹാമിദ് കാ പാർട്ട്, ഒരു വൃദ്ധയായ ഹാമിദിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു റോള് അതാക്കിയാത്ത ആ ഒരു റോള് വഹിക്കുകയുണ്ടായി. കുട്ടിയായ ഹാമിദ് ഒരു വൃദ്ധയായ ഹാമിദിൻ്റെ രൂപത്തിൽ, അഥവാ നല്ലൊരു പക്വത എത്തിയ ഒരു ആളുടെ രൂപത്തിൽ ആ ഒരു റോള് വഹിക്കുകയുണ്ടായി. ബുഡിയ അമീന ബച്ചി ബൻ ഗയി, ബുഡിയ അമീന വൃദ്ധയായ അമീന ബച്ചി ബൻ ഗയി ഒരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു. അങ്ങനെ റോനെ ലഗി, വാത്സല്യം കാരണത്താൽ ആ ഉമ്മ നന്നായി കരയുകയും ചെയ്തു. ദാമൻ ഫൈലാക്കർ, തൻ്റെ മടി വിരിച്ചുകൊണ്ട്, തൻ്റെ മടിത്തട്ട് വിരിച്ചു കൊടുത്തുകൊണ്ട് ഹാമിദ് കോ ദ്വായ ദേത്തി ജാത്തി ഥി, തൻ്റെ മടിത്തട്ട് വിരിച്ചു കൊടുത്തുകൊണ്ട് ഹാമിദിന് ധാരാളം ദ്വാകൾ അർപ്പിക്കുകയുണ്ടായി. ഓർ ആംഖോൻ സെ ആൻസു ഗിറാത്തി ജാത്തി ഥി, അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ആ ഉമ്മ ഹാമിദിന് വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ അർപ്പിക്കുകയുണ്ടായി. ഹാമിദ് ഉസ്കാ റാസ് ക്യാ സമജ്ത, ഹാമിദിന് ഇതിൻ്റെയൊക്കെ രഹസ്യം എങ്ങനെ മനസ്സിലാകാനാ? ഹാമിദിനറിയില്ലല്ലോ ഉമ്മ ഇത്രമാത്രം കരഞ്ഞ് ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ എന്താണ് ഉള്ളത്, ഇതിൽ എന്താണുള്ളത് എന്ന് ഹാമിദിന് ഇതിൻ്റെ രഹസ്യം എങ്ങനെ മനസ്സിലാകാനാ? കൊച്ചു ഹാമിദല്ലേ. അങ്ങനെ ഹാമിദ് ഉമ്മാക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തു. ഉമ്മ അതിനു വേണ്ടി പ്രതിഫലം ചെയ്തു കൊടുത്തു. മറ്റുള്ള കുട്ടികളെക്കാൾ വ്യതിരക്തനായി ഹാമിദ്. ഇതാണ് നമ്മുടെ പാഠം. ഇനി നമുക്ക് ഈ പാഠത്തിൽ 7 ചോദ്യോത്തരങ്ങളാണുള്ളത്. പ്രത്യേകമായ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ബാക്കിയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എഴുതണം. ഇനി 7 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ആ 7 ചോദ്യങ്ങൾക്ക് അടുത്ത പീരീഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ ചോദ്യോത്തരങ്ങൾ എഴുതി കൊണ്ടുവരണം. അതുപോലെ അർത്ഥങ്ങൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷൻ്റെ മുമ്പായിട്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ കാര്യമായിട്ട് ഈ പാഠത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമെന്ന് അറിയിക്കാണ്. പിന്നെ മറ്റൊന്നുള്ളത് ലിഖിയെ, ഇവിടെ കണ്ടോ ലിഖിയെ, ആപ് ഈദ് കാ ദിൻ കൈസെ ഗുസാർത്തെ ഹെ, നിങ്ങൾ പെരുന്നാൾ ദിവസം എങ്ങനെയാണ് ചെലവഴിക്കാറുള്ളത് എന്ന് നിങ്ങൾ ഒരു 1/2 പേജ് എഴുതണം. ആപ് ഈദി കിസ് തറ ഖർച്ച് കർത്തെ ഹെ, നിങ്ങൾ എങ്ങനെയാണ് പെരുന്നാൾ പൈസ ചെലവഴിക്കുന്നത് എന്നും 1/2 പേജ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദ്യോത്തരം എഴുതാണ്ട്. രണ്ട് അനുഭവങ്ങൾ എഴുതാനുണ്ട്. ഇത്രയാണ് ഈ പാഠത്തിൽ ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ജുംല പ്രയോഗിക്കാത്തവരുണ്ട്. മുഹാവറകൾ കണ്ടെത്തണം, എന്നിട്ട് ജുംല പ്രയോഗിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹ് എല്ലാം റാഹത്താക്കി തരട്ടെ, എളുപ്പമാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.